പാലക്കാട് നഗരത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർമാർ തമ്മിൽ കത്തിക്കുത്ത് നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുമായി ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. പാലക്കാട് നഗരത്തിൽ റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് ഇത്തരമൊരു കത്തിക്കുത്തുണ്ടായത്. റൊസാരിയോ ബസ്സിലെ ഡ്രൈവർമാരാണ് ഇത്തരമൊരു കത്തിക്കുത്തിനുണ്ടായത്. എന്തായാലും ഇപ്പോൾ കത്തിക്കുത്തിൽ പരിക്കേറ്റ സന്തോഷ് എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. സന്തോഷ് എന്ന് പറഞ്ഞ ഡ്രൈവർ അതീവ ഗുരുതരാവസ്ഥയിൽ അയാളെ തൃശ്ശൂരിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൗൺ നോർത്ത് പോലീസ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. റൊസാരിയോ ബസ് എന്ന ബസ്സിലെ 2 ഡ്രൈവർമാർ തമ്മിലാണ് കത്തിക്കുത്തുണ്ടായത്. ഷാനിബ് എന്ന് പറഞ്ഞ ഒരാളാണ് സ്ഥിരം ഡ്രൈവർ. ഇദ്ദേഹം പലപ്പോഴും കഞ്ചാവ് മദ്യലഹരിയിലുമാണ് ഇയാൾ വണ്ടി ഓടിച്ചതെന്ന പരാതിയെ തുടർന്ന് ഇയാളെ 5:45 ബസ്സിൽ നിന്നും ഉടമസ്ഥൻ മാറ്റി മറ്റൊരു ഡ്രൈവറായ സന്തോഷിനെ ഏൽപ്പിച്ചു. ആ ഡ്രൈവറും ഷാനിബും തമ്മിലാണ് കത്തിക്കുത്തുണ്ടായത്. എന്നാലും പാലക്കാട് നഗരത്തിൽ റിലയൻസ് പമ്പിന് മുമ്പിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ ഏറ്റവും ഗുരുതരാവസ്ഥ വെച്ചാൽ ഷാനിബിനെ ആരോ ചേർന്ന് മർദ്ദിച്ചിട്ടുണ്ട്. ഷാനിബിനെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചിട്ടുണ്ട്. ഷാനിബിൻ്റെ നിലയും നല്ല രീതിയിൽ പരിക്കുണ്ട്. ഏതായാലും 2 സ്വകാര്യ ബസ് ഡ്രൈവർമാർ തമ്മിലുള്ള കത്തിക്കുത്താണ് ഇത്തരമൊരു സംഘർഷത്തിലേക്ക് നയിച്ചത്. എന്തായാലും സന്തോഷിന് വയറിലാണ് ആഴത്തിൽ മുറിവുണ്ട്. സന്തോഷിനെ ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷാനിബിനെ ആക്രമിച്ചത് ആരാണെന്ന് ഷാനിബിനും അറിയില്ല. ഷാനിബിനൊന്നും ഓർമ്മയില്ലെന്നാണ് ഷാനിബ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അയാൾ ലഹരിയിൽ നിന്നുമാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും